أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ നിഖില സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി ജീവിക്കാനും ഈ ലോകത്തു നിന്ന് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിലുള്ള ഒരു മരണം പുൽകാനും റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രകൃതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല അബദ്ധങ്ങളും സംഭവിക്കുന്നതും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുമൊക്കെ വന്നു ചേരുന്നതും ചെറിയ ചില അശ്രദ്ധ മൂലമാണ്. ഒരു പരിക്ക് പറ്റുന്നതും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വലിയൊരു പ്രയാസം വന്ന് ഭവിക്കുന്നതുമൊക്കെ ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടായിരിക്കുമെന്നല്ല ആണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം വരെ മറന്ന് അശ്രദ്ധനായി കഴിയുന്ന ഒരുപാട് ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയും. അറബി ഭാഷയിൽ അശ്രദ്ധയ്ക്ക് വിശുദ്ധ ഖുർആനും പ്രയോഗിച്ചിട്ടുള്ളത് അഫ്ലത്ത് എന്നാണ്. ഖുർആനിന്റെ ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും വ്യത്യസ്തമായ മേഖലകളിൽ, സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പദപ്രയോഗം വളരെ ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കാര്യം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം, യഖ്തറബ ലിന്നാസി ഹിസാബഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, എന്നാൽ അവരാകട്ടെ
അഫ്ലത്തിലാണ്, അശ്രദ്ധയിൽ കഴിയുകയാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നിയമ നടപടികളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകും. നമുക്കറിയാം, ഈ ദുനിയാവിലെ മനുഷ്യരെ അധിക പേരും പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, നിയമങ്ങളെ അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും. അവരെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. സൂറത്ത് യൂനിസിൽ അല്ലാഹു അത് പഠിപ്പിച്ചു. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയ. അവർ അല്ലാഹുവിനെ മുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത വിഭാഗമാണ്. അത്തരം ആളുകളാണ്. എന്നിട്ടോ അവരുടെ തൃപ്തി എന്ന് പറയുന്നത് വറദൂ ബിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ, ദുനിയാവിലെ കാര്യങ്ങളിൽ അവർ തൃപ്തരാണ്. അങ്ങനെ തൃപ്തിപ്പെട്ട് അങ്ങനെ പോവുകയാണ്. അവർ ഇഹലോക ജീവിതം കൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ്. അതിലവർ സമാധാനമടയുന്ന ആളുകളാണ്. എന്നിട്ടോ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വല്ലദീനഹും അനി ആയാതിന ആഫിലൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തെളിവുകളെ പറ്റി അവർ അശ്രദ്ധരായി കഴിയുന്ന വിഭാഗമാണ്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. കാരണം അങ്ങനെ ആയ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് അവരുടെ കേൾവി, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ കാഴ്ചകൾ, ഉലാഹിക്കൽ ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ വസംഇഹിം വഅബ്സാരിഹിം, ഇതിനൊക്കെ അല്ലാഹു വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ കേൾവി, അവരുടെ കാഴ്ച, അവരുടെ ചിന്തകളെല്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെച്ച വിഭാഗമാകുന്നു. അവരുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഒരു ചിന്തയുണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല. അവർക്ക് നന്മകൾ ചെയ്യാൻ യാതൊരു തരത്തിലുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. നേരമില്ല എന്ന് പറയും, ബിസിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. നന്മയുടെ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാനോ അതിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഒരു തൗഫീഖ് ലഭിക്കാത്ത ഒരുപാട് സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകളെ നമ്മൾ കാണുന്നു. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഖുലൂബിഹിം വസമഉം വഅബ്സാരിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ കേൾവിക്ക്, അവരുടെ നോട്ടങ്ങൾക്ക്, അവരുടെ കാഴ്ചകൾക്ക് അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. സീല് വെക്കുക എന്ന് പറയാം. എന്താ ഈ സീൽ എന്ന് പറഞ്ഞ? മുദ്ര. അവർക്ക് നന്മകളിലേക്ക് ശ്രദ്ധിക്കാനോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് കഴിയില്ല. അവരെ കുറിച്ച് പറഞ്ഞു അവിടെയും അല്ലാഹു പ്രയോഗിച്ചു പദം അഫ്ലത്ത് എന്നുള്ള പദം. ഇങ്ങനെ ഒരുപാട് തവണ, 50-ലേറെ തവണ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചൊരു പദമാണിത്. അഫ്ലത്ത് എന്നാണ് അശ്രദ്ധ. നമ്മൾ പറയാറുണ്ട്, ഒരു അപകടം ഉണ്ടായാലും ഡ്രൈവറുടെ അശ്രദ്ധയാണ് ആ വാഹനം ആക്സിഡന്റിൽ പെടാൻ കാരണം. അല്ലെ, ആ കുട്ടി ശ്രദ്ധിക്കാതെ ഓടിയത് കൊണ്ടാണ് ആ അപകടം പറ്റിയത്. എവിടെയും ശ്രദ്ധ അശ്രദ്ധ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചേർത്ത് പറയുന്നവരാണ്. പക്ഷേ അള്ളാഹുൽ വിശ്വാസമില്ലാതെ ദുനിയാവിൽ അവരെന്തിനു വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാതെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അവരെങ്ങോട്ടാണ് പോകുന്നത്? ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യമില്ല അവർക്ക്. എന്തിനാണ് ഇതിന് ജീവിക്കുന്നത് വെച്ചാൽ കുറെ പണം ഉണ്ടാക്കാൻ, അടിച്ചു പൊളിക്കാൻ. അതൊരു വൈബാണെന്ന് പറയുന്നത്. പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം അവർക്കൊരു വൈബാണ്. ഒരു വൈബിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് പറഞ്ഞത്, അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അഫ്ലത്തിലാണ്. ആ അഫ്ലത്ത് സഹോദരന്മാരെ, സത്യവിശ്വാസികളെ ഉണ്ടാവാൻ പാടില്ല. കാരണം അവരാരായിരിക്കും? അവർ നഷ്ടബോധമുള്ള ആളുകളായിരിക്കും നാളെ പരലോകത്ത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഇത് വരുന്നത്? മറവി, അശ്രദ്ധ, ഇതൊക്കെ വരുന്നത്. മറവിക്ക് ഖൈറും ഷർറും ഉണ്ട്. നമ്മുടെ കുടുംബത്തിലല്ലേ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ കാലക്രമേണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ചുള്ള ഒരു മറവി നമുക്ക് തരുന്നു. എന്തിനാ മറവി തരുന്നത്? അത് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണക്ക് വേണ്ടിയാണ്. അല്ലേ, ചില ആളുകളെ കണ്ടില്ലേ, കുട്ടികൾ മരിച്ചിട്ട് അവർ മരിച്ച് 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് ചെയ്തത്, ഒരു ആശുപത്രിയിൽ പോയി തന്റെ മകള് മരിച്ചതിന്റെ വിഷമം തീർത്തത് അവിടെയുള്ള ഒരു ഡോക്ടറെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഇത്തരം അക്രമങ്ങളെയൊന്നും സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ആരായാലും, അത് ഡോക്ടർ ആയാലും ഏത് സമൂഹത്തിലുള്ള ആളുകളായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു പൗരന് നേരെ ആയുധമെടുക്കാൻ അത് ഒരു തരത്തിലും സാമൂഹികമായ ക്രമത്തെ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും സമൂഹത്തിലെ ആളുകൾ ആയുധവും വടിവാളും തൂക്കുമെടുത്തു പോയാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അരാജകത്വം ആണ് ഉണ്ടാവുക സമൂഹത്തിൽ.
ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയാണ് നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സമീപിക്കേണ്ടത്. അവിടെ ഇസ്ലാമിന് ഈ വിഷയത്തിലൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവും. അശ്രദ്ധയ്ക്ക് ഒരുപാട് അപകടങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആ അശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നരകാവകാശികളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത്. ദുനിയാവ് തന്നെ ആരാണ് നരകാവകാശി എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ശ്രദ്ധ എന്ന് പറയുന്നത് ചില ആളുകൾ ദുനിയവിയായ വിഷയത്തിൽ വല്ലാത്ത ശ്രദ്ധയായിരിക്കും, വല്ലാത്ത തെക്കുവയായിരിക്കും. കച്ചവടത്തിൽ വല്ലാത്ത സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ ലാഭമുണ്ടാക്കാമെന്ന് മണിക്കൂറുകളോളം ആലോചിച്ച് അവരുടെ രാവും പകലും ഉറക്കമൊഴിഞ്ഞ് തന്റെ ബിസിനസ് സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവർ എവിടെയാണ് അശ്രദ്ധരാകുന്നത്? അവരവരുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ആളുകളും അശ്രദ്ധരാണ്. ആ കച്ചവടത്തിന് കാണിക്കുന്ന 10% പോലും, 100ൽ 10% പോലും അവന്റെ ശ്രദ്ധ, അവന്റെ ചിന്ത, അവന്റെ ആലോചനകൾ പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിലേക്ക്, തന്റെ പരലോകത്തേക്ക്, തന്റെ ഖബറിലേക്ക്, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാളുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് പലപ്പോഴും കൊണ്ടുവരാത്ത എത്രയോ വലിയ 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 ആളുകളെ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയും. ഇത് നരകാവകാശിയുടെ വിശേഷണമായി അള്ളാഹു പറയുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടും നാളെ പരലോകത്ത് വെച്ച്. ഇനിയോ ഇതിന്റെ അടയാളങ്ങൾ എന്തെല്ലാം അല്ലേ? ഒരു രോഗം വന്നാൽ അതിന് കുറെ ലക്ഷണങ്ങൾ ഉണ്ടാവും. ആ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഡോക്ടർമാർ അതിന് മെഡിസിനും കാര്യങ്ങളും തുടർ ചികിത്സകളും അതിന്റെ പരിശോധനകളൊക്കെ പറയാം. അതുപോലെ അശ്രദ്ധയുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ. അശ്രദ്ധയുടെ ഒന്നാമത്തെ ലക്ഷണം ഉലമാക്കൾ വിശദീകരിക്കുന്നു. ഒന്നല്ലാഹുവിന് കീഴ്പ്പെടുന്നതിൽ അലസത കാണിക്കുന്നവരാണ് അവർ. അലസര, കസിലുള്ള ആളുകളാണ്, മടിയുള്ള ആളുകളാണ്. മടി, സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് പോകാൻ മടി, ജുമുഅക്ക് അല്പം നേരത്തെ പോകാൻ മടി, നാട്ടിൽ എന്തെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തനത്തിന്, ഒരു കാരുണ്യ പ്രവർത്തനത്തിന് മുമ്പിൽ ഇറങ്ങാൻ മടി. പിറകിൽ വേണം ഞാൻ നിന്നോളാം. എല്ലാറ്റിനും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ലഭിക്കുന്ന കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ കസിലില്ലാതെ, മടിയില്ലാതെ, അലസതയില്ലാതെ മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ മടി കാണിക്കുന്നവർ അവരാരാണ്? അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പിറകോട്ട് പോകുന്നവരാണ്. അപ്പൊ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിൽ അലസത കാണിക്കുക. എന്താ കീഴ്പ്പെടുന്ന? ഒന്നാമത്തെ കീഴ്പ്പെടുന്നത് എന്താ? 5 നേരത്തെ നമസ്കാരത്തിൽ തന്നെ കുസാല, അവർ അലസത കാണിക്കും. അതെങ്ങനെ? ഒരു ഒഴുക്കൻ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ. ഇനി ചെയ്യാത്തവർ, ചില ആളുകൾ പറയും ഖളാവാക്ക് എന്നൊരു സിസ്റ്റം ഇസ്ലാമിലില്ല. സുബഹി നമസ്കാരം 11 മണിക്കൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നവരെ കാണാൻ കഴിയും. ഇസ്ലാമിലെ 5 നേരത്തെ നമസ്കാരം, ആ നമസ്കാരത്തിൽ മുസാഫിറുകൾ, മരീദുകൾ, രോഗികൾ, യാത്രക്കാർ, പ്രത്യേകമായി അല്ലാഹു അനുവദിച്ച ഇളവുകളല്ലാത്ത ആളുകൾ, ഒരു മുസ്ലിമിന് പോലും അവന്റെ ഒരു നേരത്തെ നമസ്കാരം പിന്തിക്കാൻ പാടില്ല. ഇനി പിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുസാല, ഖുർആൻ പ്രയോഗിച്ചത് അവരലസന്മാരാണ്, അവരശ്രദ്ധരാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ പരിശോധിക്കുക, എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്നതിൽ, ഇബാദത്ത് ചെയ്യുന്നതിൽ, ഖുർആൻ പാരായണത്തിൽ, നന്മ ചെയ്യുന്നതിൽ അലസതയുണ്ടോ, അശ്രദ്ധയുണ്ടോ? അത് ഈമാനിന്റെ കുറവാണ്. ചികിത്സിക്കണം. ആ ചികിത്സ ഇവിടുത്തെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും കിട്ടൂല. ഏതെങ്കിലും ഒരു മെഡിസിൻ വാങ്ങി കുടിച്ചാൽ ആ രോഗം മാറൂല. ആ രോഗത്തിന് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ചികിത്സ മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ലക്ഷണം അള്ളാഹുവിനോട് അടുക്കുന്നതിൽ, റബ്ബിനെ കീഴ്പ്പെടുന്നതിൽ അലസത കാണിക്കുന്ന വിഭാഗം. രണ്ടാമത്തതോ, അള്ളാഹു നിഷിദ്ധമാക്കിയ, റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിസ്സാരവും ചെറുതായി കാണും. കള്ളുകുടി, മദ്യപാനം, അതൊക്കെ വല്ലപ്പോഴും ചെറുപ്പക്കാരൊക്കെ കുടിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന സമുദായത്തിലെ ആളുകൾ വളർന്നു വരുന്നു. അല്പം മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചാൽ എന്താ? അതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അത്യാവശ്യം ഉപയോഗിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നവർ. ഒരാളെ തല്ലിയാലൊന്നും പ്രശ്നമില്ലല്ലോ, അതിപ്പോ എല്ലാരും തല്ലും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടല്ലോ എന്ന് പറയുന്നവർ. അവിടെ ഹറാമായ, നിഷിദ്ധമായ സംഗതികളെ നിസ്സാരമായി കാണുന്ന ആളുകൾ, അവരെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേദനിക്കുന്ന ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിനീന യറാ ദുനൂബഹു കഅന്നഹു, നിശ്ചയം ഒരു സത്യവിശ്വാസി വലിയൊരു മലയുടെ താഴത്ത് ഇരിക്കുന്നവനെ പോലെയാണ്. പർവ്വതം കാണാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. വലിയ മലയുടെ താഴ്വാരത്തൂടെ യാത്ര ചെയ്യാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. സത്യവിശ്വാസിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയാണ്, വലിയൊരു മലയുടെ, പർവ്വതത്തിന്റെ താഴ്വാരത്ത്, മലയുടെ ചെരിവിൽ ഇരിക്കുന്നവനെ പോലെയാണ്.
എന്നിട്ടോ അവൻ പാപങ്ങളെ അങ്ങനെയാണ് കാണുന്നത്, അവൻ ദുനൂബിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം എന്താ? ഈ പർവ്വതം ഏത് സമയവും എന്റെ ശിരസിലേക്ക്, എന്റെ ശരീരത്തിലേക്ക് അത് പൊളിഞ്ഞു വീഴും എന്നുള്ള ചിന്തയാണ് ഒരു മനുഷ്യനുണ്ടാവുക. എന്നാണ് ഒരു വിശ്വാസി നിസ്സാര കാര്യമായാൽ പോലും പടച്ചോണ്ടിടുന്ന് എനിക്കൊരു ശിക്ഷ ഉണ്ടാവുമല്ലോ, ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ, എന്റെ റബ്ബത് കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധം വലിയൊരു പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്നത് പോലെ. എന്നിട്ട് റസൂൽ വിശദീകരിക്കുന്നു, അതില് വലുതും ചെറുതുമായ വലിയ കല്ലുകളുണ്ട് ഈ പർവ്വതത്തിന് മുകളിൽ, അതിലേതെങ്കിലും ഒന്നെന്റെ ശരീരത്തിലേക്ക് പതിക്കുമല്ലോ. ഇതാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. സഹോദരങ്ങളെ, ഇന്നോടെ ജുമക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളുടെ ചിന്ത അതായിരിക്കണം. വലിയ കല്ലോ ചെറിയ കാളിക്കല്ലുകളോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എന്റെ ശരീരത്തിലേക്ക് പതിക്കുമെന്നുള്ള ബോധ്യം ഒരു സത്യവിശ്വാസിക്കുണ്ടാവണം. അപ്പൊ തെറ്റ് ചെയ്യാൻ പോവില്ല, ഒരാളെ അടിക്കാൻ പോവില്ല, പറയുന്നത് കുത്താൻ പോവില്ല, ഉപദ്രവിക്കൂല, ഒരാളെ അനാവശ്യമായി ചീത്ത പറയൂല, ഒരാളുടെയും അപഹരിച്ചതെടുക്കൂല. ഈ ചിന്തയാണ് ഒരു സത്യവിശ്വാസി. റസൂൽ അവിടെ പറഞ്ഞു നിർത്തിയില്ല. ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായി പ്രവാചകൻ അത് പഠിപ്പിക്കുകയാണ്. എന്ന് റസൂൽ പറയുന്നു, അക്രമം കാണിക്കുന്നവരെ, അക്രമികളെ കുറിച്ച് റസൂൽ പറയുന്നു. ആ ഹദീസിൽ തന്നെ റസൂൽ വിശദീകരിക്കുന്നു, കഅന്നഹു, ഒരു വിഭാഗം ആളുകൾ തെറ്റ് ചെയ്യുന്നവർ, അവരുടെ സ്വഭാവം തമ്മാടി. എങ്ങനെയാണ് പ്രയോഗം? അവരുടെ സ്വഭാവം എന്താണ്? തമ്മാടികളായ ആളുകൾ. ഫാജിർ എന്നാണ് പ്രയോഗം. അറബി ഭാഷയിൽ തമ്മാടികൾക്ക് ഉപയോഗിക്കുന്ന പദം ഫാജിർ എന്നാണ്. ഫാജിറുകൾ ആരാണ്? അവരുടെ സ്വഭാവം, അവർ യറാ ദുനൂബഹു, അവർ കദബാബിൽ മർഅ അലാ അൻഫിഹി, അവരുടെ മൂക്കിന് മുകളിൽ ഒരു ഈച്ചയിരിക്കുന്നത് പോലെ മാത്രമേ തിന്മകളെ കാണുകയുള്ളൂ. അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും നിങ്ങളൊരു കാര്യാക്കണ്ട. അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ? എന്തൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് തിന്മകളെ കുറിച്ച്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, അവരുടെ മൂക്കിന് മുകളിൽ വീഴ്ചയിരിക്കുന്ന അത്രമേൽ ഗൗരവമേ തിന്മയുടെ വിഷയത്തിൽ അത്തരം ആളുകൾ എടുക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. അങ്ങനെ അനുധാവനം ചെയ്താൽ നമ്മൾ അശ്രദ്ധരാവൂല, നമ്മൾ ഓഫിലത്തുള്ളവരാവൂല, നമ്മൾ ഏതെങ്കിലും ഗ്യാങ്ങുകളിൽ പോയി തല്ലുണ്ടാക്കാൻ നിൽക്കൂല, ആരെയും അനാവശ്യമായി ഉപദ്രവിക്കൂല, ആരുടെ ഇന്നലെ നമ്മൾ വാളും വടിവാളും എടുത്തു പോകൂല. കാരണം ഒരു വിശ്വാസി വളരെ ഗൗരവത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അപ്പൊ അത് ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി അശ്രദ്ധയുടെ അടയാളങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ആരാണ്? അശ്രദ്ധരായി ജീവിക്കുന്നവർ, പാപികൾ. അവർ പാപങ്ങളോട് ഇണങ്ങുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. മൂന്നാമത്തെ അതിന്റെ ലക്ഷണം, അടയാളം അതാണ്. ഈ അസുഖത്തിന്റെ അടയാളം നമ്മൾ പഠിക്കണം. ഇതൊരു മാരക രോഗമാണ് അഫ്ലത്ത് എന്ന് പറഞ്ഞാൽ. അതിന്റെ മൂന്നാമത്തെ ലക്ഷണം അതാണ്. നാലാമത്തെ റസൂൽ വിശദീകരിക്കുന്നു, ഒരു പ്രയോജനവുമില്ലാതെ സമയം പാഴാക്കുന്നവർ, സമയം കൊല്ലികൾ. അല്ലെ, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും എന്തെങ്കിലും വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിൽ യാത്രക്കാർക്ക് ഇരിക്കാൻ വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല. അവിടെ കുറെ സമയം പൂക്കുന്ന ആളുകളുടെ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുക, ഉച്ചക്ക് വന്നിരിക്കുക, വൈകുന്നേരം വരെ ഇരിക്കുക, ഇനി വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെ രാത്രി ഇശാ വരെ ഇരിക്കുക. യാത്രക്കാർ വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ സമയം ഏതെങ്കിലും ഒഴിഞ്ഞ ഇടങ്ങളിലോ ഇത്തരം സ്ഥലങ്ങളിലോ പാഴാക്കേണ്ട ആളുകളല്ല നമ്മൾ. റസൂൽ പറഞ്ഞു, അശ്രദ്ധരായി ജീവിതത്തിന്റെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവനാണ് ഇങ്ങനെ കൂടുതൽ സമയം കവലകളിൽ ഇരിക്കാനും അത്തരം സ്ഥലങ്ങളിൽ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇരിക്കാനൊക്കെ സമയം അല്ലാത്തവൻ. അവൻ ഓരോ കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നീങ്ങുന്നവരായിരിക്കും. ഒരു സെക്കൻഡ് പോലും ഒരു ദിവസം ഒഴിവാക്കാൻ ഒരു സത്യവിശ്വാസിക്കില്ല. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നൊരു ജനാസയെ അനുഗമിച്ചനാരുണ്ട്? പ്രവാചകന്റെ മുമ്പിൽ വെച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്ക് മാതൃകയുണ്ട്. സിദ്ദീഖുൽ അക്ബറിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന്, മജ്ലിസിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൊരു ജനാസയെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരു ജനാസ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. പിന്നെ പ്രവാചകന്റെ ചോദ്യം, ഇന്നൊരു മരീദിനെ സന്ദർശിച്ചവനാരാണുള്ളത്? ഒരു രോഗിയുടെ അടുത്ത് പോയവനാരാണുള്ളത്? അന യാ റസൂലല്ലാഹ്, ഇന്നൊരു പാവപ്പെട്ടവന് സ്വതക്ക നൽകിയവനാരാണ്? അന യാ റസൂലല്ലാഹ്. ഇതാണ് നമ്മുടെ സ്വഹാബികൾ. ഇങ്ങനെ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെ അനുധാവനം ചെയ്യാൻ നമ്മളെങ്ങാൻ തുനിഞ്ഞാൽ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഅബൂനും ഫീമാ കസീറുൻ മിനൻ നാസ്. മനുഷ്യരിൽ അധിക പേരും കളഞ്ഞു കുളിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് അവന്റെ ഒഴിവ് സമയമാണ്. നമ്മൾ നോക്കുക, നമ്മൾ ആരോഗ്യം, ഈ യൗവനം, ഷബാബ് എന്ന് പറയുന്ന ഈ യുവത്വം, പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരായ സ്കൂളിലെ ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളെ, വിദ്യാർത്ഥികളെ നമ്മൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? നന്മകൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും മുമ്പന്തിയിൽ നമ്മൾ ഉണ്ടാവണം. തിന്മകൾക്ക് നമ്മൾ പിറകോട്ടടിക്കണം. തിന്മയുടെ ഒരു ഗാങ്ങിലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒഫ്ലത്തിന്റെ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും. ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. കാരണം ഒഫ്ലത്തുള്ള വിഭാഗത്തിന് അല്ലാഹു പഠിപ്പിച്ചത് അവർ നരകാവകാശികളുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ ഹയാത്ത് തന്നെ നരകത്തിൽ പോകുന്ന ആരോ നമ്മളോട് പറഞ്ഞാല് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഈ അശ്രദ്ധയുടെ കാരണങ്ങൾ, നേരത്തെ പറഞ്ഞത് 4 അടയാളങ്ങളാണ്. ഇനി എന്തെല്ലാം അശ്രദ്ധയുടെ കാരണങ്ങൾ? ഒന്ന്, അറിവില്ലായ്മ. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഗൂഗിള്, ചാറ്റ് GPT ഇതൊക്കെ ഉള്ള കാലത്ത് എന്തിനായിട്ടൊക്കെ പഠിച്ചുണ്ടാക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ അതൊന്ന് നമ്മൾ ചാറ്റ് ചെയ്താൽ, ഒന്ന് ടൈപ്പ് ചെയ്താൽ വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. കേവലം അറിവ് മാത്രമേ അതുകൊണ്ട് കിട്ടൂ. അതുകൊണ്ട് തിരിച്ചറിവ് കിട്ടൂല, വിവേകം കിട്ടൂല. ആ വിവേകമില്ലായ്മയാണ് പലപ്പോഴും മുഴുവൻ A+ കിട്ടിയ കുട്ടിയും എഞ്ചിനീയർ ആയവനും ഡോക്ടർ ആയവനും മദ്യപാനിയാവുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും നാട്ടിലെ കൊള്ളരുതാത്ത എല്ലാ വൃത്തികെട്ട കാര്യങ്ങളിലും ബാങ്കുകളിലും ഒക്കെ അവന്റെ പങ്കാളിത്തം വരുന്നതും അവന് വിവരമില്ലാത്തത് കൊണ്ടല്ല, വിവേകമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അറിവില്ലായ്മയാണ് ഒഫുലത്തിന്റെ ഒന്നാമത്തെ കാരണമായി പഠിപ്പിക്കുന്നത്. അശ്രദ്ധയുടെ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ ഇസ്മുകളെ പറ്റിയും. പഠിച്ചാൽ എത്ര പേരുകളുണ്ട്? 99 നാമങ്ങളുണ്ട്. അള്ളാഹു വദൂദാണ്, അള്ളാഹു വഹാബാണ്, അള്ളാഹു ഗഫൂറാണ്. ഇതൊക്കെ പഠിച്ചാലുണ്ടല്ലോ നമ്മൾ എത്രയോ നിസ്സാരന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അള്ളാഹുവിന്റെ ഈ നാമവിശേഷണ ഗുണങ്ങൾ കൊണ്ടാണ് ഇന്നൊരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചത്, അൽഹംദുലില്ലാഹ്. ഇന്ന് ഭക്ഷണം കഴിച്ചത്, ഇന്ന് ഈ ഇരുകാല് ഉപയോഗിച്ച് നമ്മുടെ ജോലി സ്ഥലത്തേക്കും നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്കും വാഹനം കയറിപ്പോയത്. ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു നെർവിന്, ചെറിയൊരു ഞരമ്പിന് ഒരു തകരാറ് പറ്റിയാൽ നമ്മളുടെ ഈ അഹങ്കാരവും ഗർവൊക്കെ മാറും. രണ്ടാമതായി റഫ്ലത്തിന്റെ കാരണങ്ങളിൽ പറയുന്നത് ധിക്കാരമാണ്, ഈഗോ. ഞാൻ മാറ്റൂല, ഞാൻ ചെയ്യൂല, ഞാൻ മാറാൻ തയ്യാറില്ല എന്ന് പറയുന്ന ആളുകൾ, ഞാൻ പഠിച്ചു വെച്ചതാണെന്ന് പറയുന്നവർ, ആ ധിക്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, തിന്മ ചെയ്യുന്ന ആളുകളുടെ ഹൃദയം ഇങ്ങനെ കറുത്ത് 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 അവർക്ക് ഒരു നന്മയും ചെയ്യാനാവൂല. അവർക്കൊരു നന്മയും ചെയ്യാനാവില്ല. അവർ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോകും. കണ്ടില്ലേ, ഒരുപാട് ആളുകളെ കൊല ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് പരോളിൽ ഇറങ്ങി വന്നിട്ട് വീണ്ടും കൊലപാതകത്തിലും മോഷണത്തിലൊക്കെ ഏർപ്പെട്ട് വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകുന്ന ആള് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകാനാണ് അവർക്ക് ഇവിടുത്തെ ഗവൺമെന്റ് പോലും ഒരു ശിക്ഷ നൽകുന്നത്, ഒരു ജയിലറകൾക്ക് ഉള്ളിലിടുന്നത്, സമൂഹമായിട്ട് ബന്ധപ്പെടുത്താതെ അവരെ ജീവിപ്പിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ പോലും തിരിച്ചറിവില്ലാതെ വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാം. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവരുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും അവരുടെ ഹൃദയങ്ങളിൽ കറകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കറകൾ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് അറിവില്ലാതെ പോകുന്നതാണ്. അവർ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവില്ലാത്തവരാണ്. ഇനിയോ മൂന്നാമത്തെ കാര്യം ദേഹേച്ഛയാണ്, മനസ്സ് തോന്നുന്നു ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് ആ സമയത്ത് അതാണ് തോന്നിയത്, എന്റെ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്, എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ജീവിക്കാനാണ് ഇവിടെ ജനിക്കണം നിങ്ങൾ ഞാനും തീരുമാനിച്ചതാണോ? ഈ വിദ്യാപള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ചു വീഴാനുള്ള തീരുമാനം എന്റേതും നിങ്ങളുടേതുമാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളും, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട, എനിക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വേണ്ട, എനിക്ക് കൽപ്പനകളൊന്നും ആവശ്യമില്ല എന്ന് പറയാം.
പക്ഷെ നമ്മുടെ തീരുമാനമല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനമാണ്. ഇന്ന ദിവസം ജനിക്കണം, ഇന്ന ദിവസം മരിക്കണം എന്നും കൂടി ഉണ്ട് കേട്ടോ. ജനിച്ചോലൊക്കെ വിചാരം മരണ വാർത്തയൊക്കെ കേട്ടാ നമ്മൾ വിചാരിക്കും എന്റേതല്ലല്ലോ, ഞാനല്ലല്ലോ മരിച്ചു. നമ്മൾ മരിച്ചു എന്ന് നമുക്ക് തോന്നണം ഒരു മരണ വാർത്ത കേട്ടാൽ. അല്ലെങ്കിൽ അവരുടെ പിറകെ ഞാനും ഇതാ വരുന്നു, ആ പ്രാർത്ഥന പോലുമാണ് ഇന്ന് നമ്മുടെ പരിസരത്തുള്ള ഖബർസ്ഥാനിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും യാ ദാർ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എന്താ പറയുന്നത്? മരിച്ചവർ കേട്ടിട്ടാണോ? അല്ല, ആ മരിച്ചവരുടെ കാര്യം ഓർക്കുമ്പോൾ ഹയാത്തിലുള്ള അതിന്റെ ഖബർസ്ഥാനിന് മുമ്പിലൂടെ യാത്ര ചെയ്യുന്ന എന്നെയും നിങ്ങളെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഏത് നിമിഷവും ഞാൻ നിങ്ങളുടെ കൂടെ വന്നു ചേരും. ഈ പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഒരു ഖബർസ്ഥാനിന്റെ മുന്നിലൂടെ പോലും യാത്ര ചെയ്യാവൂ എന്ന് പഠിപ്പിച്ച മഹാനായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. പിന്നെ നമുക്ക് ഇവിടെ പേച്ചത്, നമുക്ക് പേച്ച വിഷയം ഇതാണ്. നമ്മൾ എവിടെയോ നമ്മൾ ഒഫ്ലത്തിന്റെ ആളുകളായി, തോന്നും പോലെ ചെയ്യുന്ന ആളുകളായി, തോന്നും പോലെ ജീവിക്കുന്നവരെ അങ്ങനെ ആവരുത്. നമുക്ക് കൃത്യമായ ചില അള്ളാഹുവിന്റെ ചില സൂചനകളുണ്ട്, കൽപ്പനകളുണ്ട്. അങ്ങനെ ഔഫലത്തിലാകാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളാവാൻ സദാ പരിശ്രമിക്കുക. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് യാ അയ്യുഹന്നാസ് ഉസീകും സാനി ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ നിഖില സമസ്ത മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വയം മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അഫ്ലത്ത് എന്ന് പറയുന്ന ആ മഹാമാരി, ആ രോഗം, അതിലേക്ക് പോകുന്ന ചില കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ നാലാമതായി എണ്ണിപ്പറഞ്ഞ കാര്യം ചീത്ത കൂട്ടുകെട്ടാണ്. കഴിഞ്ഞ ഖുതുബയിൽ എന്താണ് ഇസ്ലാമികമായ സൗഹൃദമെന്നും ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടതെന്നും ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടായിരിക്കണമെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാളെ പരലോകത്ത് പോയിട്ട് എനിക്കത് അറിയില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളത് പഠിച്ചു. നാലാമതായി റസൂലുള്ളാഹി ഈ വിഷയത്തിൽ, ഔഫലത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു, അശ്രദ്ധ ജീവിതത്തിലേക്ക് വഴി നടത്തുന്ന കാരണങ്ങൾ. ഒന്ന്, ദുസ്വഭാവികളുമായി, മോശം സ്വഭാവമുള്ള ആളുകളുമായി, വഴിവിട്ട് ജീവിക്കുന്നവരുമായി, അവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട മക്കളെ, യുവാക്കളെ, പ്രത്യേകിച്ച് കൂട്ടുബന്ധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നവർ നമ്മളാണല്ലോ. അപ്പൊ നമ്മളുടെ കൂട്ടുകാർ ആരാണ്? അവർ നമ്മുടെ വഴികൾ നല്ല വഴിയിലേക്ക് നടത്തുന്നവരാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് അക്രമം ചെയ്ത ആളുകൾ കൈകടിക്കുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവരാരാണ്? ഫുലാനൻ ഖലീല. അവർ അള്ളാഹുവിന്റെ ലോകത്ത് കൈകടിക്കുന്നവർ റസൂലിന്റെ കൂടെ അല്ലെങ്കിൽ നല്ല ആളുകളുടെ കൂടെ ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ആ രംഗത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സൗഹൃദ ബന്ധം, നമ്മുടെ ചീത്ത കൂട്ടുകെട്ട് ഒരിക്കലും നമ്മളെ നരകത്തിൽ എത്തിക്കരുത്. ഒരു തീരുമാനമായിരിക്കണം. നല്ല ആളുകളുമായി കൂട്ടുകൂടാവും, നല്ലതേ ഞാൻ സംസാരിക്കും, നല്ലവരുടെ കൂടെ ഞാൻ യാത്ര ചെയ്യും, നല്ലവരുടെ കൂടെ മാത്രമേ എന്റെ യാത്രകളുമൊക്കെ ഞാൻ പോകുമെന്ന് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ അഞ്ചാമതായി പറഞ്ഞത് അത്യാഗ്രഹമാണ്. മനുഷ്യൻ അങ്ങനെയാണ്, ആഗ്രഹമൊക്കെ നല്ലതാണ്. നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം, അല്ലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കണം, അല്ലെ നന്നായി യാത്ര ചെയ്യണം, നല്ല വസ്ത്രം വേണം. ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹമില്ലാത്ത ആരും ഈ ഭൂമിയിലൊക്കെ ജനിച്ചു വീഴുന്നില്ല. ആഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് നമുക്ക്. പക്ഷെ ആ ആഗ്രഹം അത്യാഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോഴാണ് എനിക്കിതൊന്നും പോരാ, പടച്ചോന്റെ നിയമത്തിലും ഇസ്ലാമിലൊക്കെ നിന്നാല് എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല. അപ്പൊ ആ നിയമത്തിന്റെ പുറത്തേക്ക് കിടക്കണം.
പിന്നെ അവിടെ പലിശ വാങ്ങാം, കൊടുക്കാം, കള്ള് വാങ്ങിക്കൊടുക്കാം, കള്ള് കുടിക്കാം, ഒരുത്തനെ കൊല്ലുന്ന പ്ലാനിങ്ങിൽ അവിടെ വട്ടം കൂടി ഇരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, ചീത്ത പറയാം, ചീത്ത മെസ്സേജുകൾ അയക്കാം, അത് കാണാം. അവിടെ നിയമങ്ങളില്ല, നിയമലംഘനങ്ങളാണ്. ആ നിയമലംഘനങ്ങൾ മനുഷ്യന്റെ അത്യാഗ്രഹം മൂലമുണ്ടാകുന്നതാണ്. ആ അത്യാഗ്രഹം മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്നു. അതിന് റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞത് മദീനയിൽ ഉയർന്നു നിൽക്കുന്ന 8 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ജബൽ ഉഹദ് എന്ന് പറയുന്ന ആ മഹത്തായ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഈ ഉഹദ് മലയോളം വലിപ്പത്തിൽ മനുഷ്യപുത്രന് അള്ളാഹു ധനം നൽകിയാലും അതിന്റെ ആ ഒരു മലയും കൂടി കിട്ടണമെന്ന് മനുഷ്യൻ അത്യാഗ്രഹം പ്രകടിപ്പിക്കും. പണത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്, സമ്പത്തിന്റെ കാര്യത്തിൽ പേപ്പട്ടി ഓടുന്നതുമാരെ ഓടുകയാണ് ആളുകൾ. എന്നിട്ടുണ്ടോ അവൻ അൽഹംദുലില്ലാ പറയുന്നു? എന്നിട്ടുണ്ടോ അവന്റെ ജീവിതത്തിൽ ഒരു ഹൈർ കാണുന്നു, ഒരു ബർക്കത്തുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ലാതെ പോകുന്നു? കോടിക്കണക്കിന് രൂപ ഈ ദുനിയാവിൽ സമ്പാദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ ബർക്കത്ത് നൽകിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു സമാധാനവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. അതുകൊണ്ട് അത്യാഗ്രഹത്തിന്റെ ആളുകളായി മാറുമ്പോൾ പലതും നമ്മളോട് മറന്നുപോകും. ആദ്യം മറന്നു എന്തെന്നറിയോ? ആദ്യം മറന്നു പോകുക തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് മറന്നുപോകുക. സുബൈക്കൊക്കെ പള്ളിയിൽ വരുന്ന ആളായിരിക്കും കൃത്യമായിട്ട് ജമാഅത്തിലൊക്കെ. പിന്നെ കാണാം പള്ളിക്കൊന്നും ഉണ്ടാവൂല, പള്ളിയിൽ കുറച്ച് ദിവസം സുബൈക്കൊന്നുണ്ടാവില്ല. പിന്നെ ളുഹറിനൊക്കെ വരുന്ന ആളായിരിക്കും, ളുഹറിനും ഉണ്ടാവൂല, ഒരു മഗ്രിബിൽ മാത്രമായി ചുരുങ്ങും. പിന്നെയോ മഗ്രിബ് നിസ്കരിക്കാൻ നേരണ്ടാവൂല, വെള്ളിയാഴ്ച മാത്രം ഒന്ന് ജുമക്ക് വന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചു പോകുന്ന രൂപത്തിലേക്ക് പോകും. ഞാനിപ്പോ സമുദായത്തിൽ തന്നെ ഉണ്ട് എന്ന് അഡ്രസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അവരശ്രദ്ധരാണ്, ഗഫലത്തുള്ളവരാണ്, അത്യാഗ്രഹത്തിന്റെ പിന്നാലെ ഓടുന്നവരാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ സമയത്ത് നമ്മൾ ക്രമീകരിക്കണം. കുടുംബത്തിന് ഇത്ര സമയം, എന്റെ സ്കൂളിൽ ഇത്ര സമയം, ക്യാമ്പസിൽ ഇത്ര സമയം, എന്റെ പൊതുപ്രവർത്തനം ഇത്ര സമയം, കാരുണ്യ പ്രവർത്തനം ഇത്ര സമയം, കൂട്ടുകാരോട് ഇത്ര സമയം, കളിക്കാൻ ഗ്രൗണ്ടിൽ ടെറഫിൽ ഇത്ര സമയം. ഇങ്ങനെയൊന്ന് സമയം കൃത്യമായി ടൈം ടേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഈ സമയത്തെക്കുറിച്ച്, നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യത്തെക്കുറിച്ച്, യൗവനത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഫ്ലത്ത് ഒന്നും മറന്നു പോകാൻ പാടില്ല. നമ്മളോട് മറക്കാതെ നല്ല ഓർമ്മ ശക്തിയോടുകൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ച്, സാമൂഹികമായി നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിച്ച് സ്വന്തത്തിനും സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മകളിലും മുന്നേറാനും എല്ലാവിധ ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം നമ്മളോട് എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അശ്രദ്ധമായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്ന അല്ലാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ അതിനുവേണ്ടി സ്വീകരിക്കുന്ന സദഖയാണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ജുമയിലും എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ മഹല്ലുകളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ മഹല്ലുകളിൽ നിന്നും നമ്മൾ സ്വരൂപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ആ വലിയ സദഖയിൽ നിങ്ങൾ കൂടി പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് ഇസ്ലാമികമായ മൂല്യങ്ങൾ പകർന്നു നൽകാൻ ഈ ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ട് അവർക്കായിട്ടുള്ള ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അതുപോലെ തന്നെ വക്കീലന്മാർ, അങ്ങനെയുള്ള എഞ്ചിനീയർമാർ അടക്കമുള്ള ആ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ കുടുംബസമേതം അതിനുള്ള ആ ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാവുകയാണെങ്കിൽ തീർച്ചയായും കുറെ കൂടി നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഇടപെടാനുമൊക്കെ അത്തരം ആളുകൾക്ക് കൂടി കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين
وذل الشرك والمشركين اللهم أجرنا والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم